ഇപ്പോൾ കോവിഡ് കാലത്ത് പിണറായി വിജയൻ ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഇടതുപക്ഷമായിട്ട് യാതൊരു ആഭിമുഖ്യമില്ലാത്ത വിഭാഗങ്ങൾക്ക് പോലും അദ്ദേഹം വലിയ സമ്മതനായി. ഇന്നുകൊണ്ട് ഒരു കൾട്ട് സ്റ്റേറ്റസ് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ഒരു സുപ്രീം ലീഡറിൻ്റെ ഒരു മട്ടിലേക്ക് വരുന്ന ഒരു സ്വഭാവം വി എസ് അച്യുതാനന്ദനാണ് ആദ്യം ഉണ്ടായിരുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് പിന്നെ പിണറായി വിജയനും ഏതാണ്ട് അതേപോലെ വന്നതെന്ന് മാത്രമല്ല, പിണറായി വിജയന് ഈ നടപടികൾ എടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു രീതികളൊക്കെ വെച്ചിട്ട് വളരെ ശക്തനായ എടുക്കുന്ന ആളാണ്. പിന്നെ കോവിഡ് കാലത്ത് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ക്രൈസിസ് അതെ, മാനേജർ. അതാണ്. അപ്പോൾ അദ്ദേഹത്തിന് CM എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ക്രൈസിസ് മാനേജർ എന്നുള്ള രീതിയിലാണ് പലപ്പോഴും ദേശീയമാണ്. അപ്പോൾ അതിനൊക്കെ കഴിയുന്ന ഒരു 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 ശക്തനായ, ഇച്ഛാശക്തിയുടെ അതെ, ഒരു 52 ഇഞ്ച് മോദിയെ പറ്റി പറയുന്ന പോലെ അത് അങ്ങനത്തെ ഒരു സ്വഭാവ രീതികളും കൂടെ ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായി. അത് പാർട്ടികൾക്കപ്പുറത്ത് ഇപ്പോൾ കോവിഡ് കാലത്ത് പിണറായി വിജയൻ ഈ പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഇടതുപക്ഷമായിട്ട് യാതൊരു ആഭിമുഖ്യമില്ലാത്ത വിഭാഗങ്ങൾക്ക് പോലും അദ്ദേഹം വലിയ സമ്മതനായി. ഇന്നുകൊണ്ട് അദ്ദേഹം അതെ. ഇപ്പം വളരെ വലിയ മിഡിൽ ക്ലാസിൻ്റെയും മറ്റ് അദ്ദേഹത്തിന് എത്രമാത്രം ശത്രുത അദ്ദേഹത്തിൻ്റെ ഒരു വിഭാഗത്തിലുണ്ടോ അത്രയ്ക്കുള്ള ആരാധനകൾ ഇപ്പുറത്തുമുണ്ട്. അപ്പോൾ ഈ അതിന് പക്ഷേ അതിനൊരു കാരണം ഈ പറഞ്ഞ പോലെ പുതിയ തരത്തിലുള്ള മീഡിയ ഡിസ്കോഴ്സസിൻ്റെ മാധ്യമങ്ങളുടെ ഫ്രെയിമിംഗ് എങ്ങനെയാണ്, ഹീറോസിനെ ഉണ്ടാക്കുന്ന അതെ. സോഷ്യൽ മീഡിയ സെറ്റപ്പുകൾ, പുതിയ ടെലിവിഷൻ ചാനൽ, ഇതിനെല്ലാം കാരണമുണ്ട്. പിന്നെ അന്തർദേശീയ തലത്തിൽ നിങ്ങൾ ഈ സുപ്രീം ലീഡർമാരോടുള്ള ഒരു പുതിയ ആഭിമുഖ്യം ലോകമാകെ വ്യാപിക്കുന്ന ഒരു കാലമാണ്. ഈ റൈറ്റ് വിങ് ആയിട്ടുള്ള ഡെസ്പോട്സ് ആണ്, ഡെമോക്രാറ്റിക് ഡെസ്പോട്സ് എന്നാണ് വിളിക്കുന്നത്. അതൊരു ഒരു സത്യം പറഞ്ഞാൽ ഒരു ഓക്സിമോറോണാണ്. കാരണം അത് എങ്ങനെ ഡെമോക്രാറ്റിക്കും ഒരു ഡെസ്പോട്ട് വന്നു. പക്ഷെ അതാണ് നമ്മൾ കാണുന്നത്. നരേന്ദ്രമോദി മുതൽ അതെ. ട്രംപ്, തുർക്കിയിൽ കാണുന്നു, ട്രംപിൽ എർദോഗൻ. കാണുന്നു, ഹംഗറിയിൽ കാണുന്നു, ഇത് വളരെ വ്യാപകമായിട്ട് ബ്രസീലിൽ കാണുന്നു. ഇതെല്ലാം പുതിയ. അപ്പോൾ ഈ പലപ്പോഴും നമ്മൾ ഈ ഈ ഇങ്ങനത്തെയുള്ള ചിന്താഗതികളൊക്കെ ഈ കേരളത്തിൽ മാത്രമാണ് നടക്കുന്നത്. ദേശീയ തലത്തിലുണ്ട്, അന്തർദേശീയ തലത്തിലുണ്ട്. മനുഷ്യരുടെ ചില ചിന്താ രീതികൾക്ക് ഒരു സൈക്ലിക്കൽ സ്വഭാവം ഉണ്ടെന്ന് പറയുന്ന പോലെ ചില സമാനമായിട്ടുള്ള സ്വഭാവങ്ങളുണ്ട്. അതുകൊണ്ട് ഈ സുപ്രീം ലീഡേഴ്സിന് ഒരു പുതിയ ഒരു ശക്തിയും ഒരു ആകർഷണവും കിട്ടിയ കാലമാണ്. ആ കാലത്ത് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഈ പുതിയ മീഡിയയുടെയും ഒക്കെ അതിന് റോളുണ്ട്.